രാജ്യമെമ്പാടുമുള്ള വിശ്വാസികൾ ഏറ്റെടുത്ത കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന് ആദ്യ വിത്തുപാകിയത് തിരൂർ സ്വദേശിയാണെന്ന് നിങ്ങൾക്കറിയുമോ? ദിവസവും നൂറുകണക്കിന് ആളുകൾ നിളാനദിയിൽ സ്നാനം ചെയ്ത് നിള ആരതിയും കണ്ട് ആത്മനിർവൃതിയോടെ മടങ്ങുമ്പോൾ ആ പേര് ഒരിക്കലും വിസ്മരിച്ചുകൂടാ. തിരുനാവായിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ ഈ വലിയ ആൾക്കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്. തിരൂർ ദിനേശ് എന്നാണ് പേര്. പതിയെ തുടങ്ങി പാരമ്യത്തിലെത്തിയ കാഴ്ചയാണ് തിരുനാവായിയിലെ മഹാമാഘ മഹോത്സവത്തിൻ്റെത്. ആദ്യഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളാണ് എത്തിയത്. പിന്നെ കേരള കുംഭമേള എന്ന പേരിൽ പ്രസിദ്ധമായതോടെ മഹാമാഘ മഹോത്സവത്തിന് ദിനംപ്രതി എത്തുന്നത് ആയിരങ്ങളാണ്. ഇക്കരെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര തീരത്തും അക്കരെ തവനൂരിൽ ബ്രഹ്മക്ഷേത്രത്തിന് സമീപത്തെ നിളാതീരത്തും ഇക്കുറി മഹാമാഘ മഹോത്സവത്തിൽ എണ്ണിയാൽ തീരാത്ത ഭക്തരെത്തുമ്പോൾ ആത്മഹർഷത്തോടെ ആൾക്കൂട്ടത്തിലുണ്ട് ഈ മഹാമേളയ്ക്ക് കാരണക്കാരനായ ഒരാൾ. ഈശ്വരൻ തന്നിലേൽപ്പിച്ച നിയോഗമാണിതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തിരൂർ ദിനേശ്. മാമാകത്തെക്കുറിച്ചുൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ തിരൂർ ദിനേശിന്റെ നേതൃത്വത്തിൽ ഒരു ദശാബ്ദകാലത്തോളം ഇരുകരകളിലും മഹാമാഘ മഹോത്സവം നടന്നിരുന്നു. 2014-15 കാലഘട്ടത്തിൽ ഇദ്ദേഹം മാമാങ്കത്തെക്കുറിച്ച് നടത്തിയ പഠനമാണ് മാഘമഹോത്സവത്തിന്റെ പുനരാരംഭത്തിന് നിമിത്തമായത്. അപ്പോൾ ഇത്രയും കാലം മുടങ്ങിക്കിടന്നിരുന്ന, നമുക്ക് നഷ്ടപ്പെട്ട, നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയപ്പെടാത്ത ആ പൈതൃകത്തെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും വികസനം കടന്നു ചെല്ലുന്നിട്ടില്ലാത്ത തവനൂരിനെയും തിരുനാവായെയും മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അതൊരു വലിയ ഉന്മേഷമായിരിക്കും. 2016 ഞാൻ തന്നെ ഡയറക്ടറായിട്ടുള്ള ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ശ്രീ വിപിൻ കൂടിയേടത്തിൻ്റെ നേതൃത്വത്തിലുള്ള നിള വിചാരവേദിയുടെ സഹായത്തോടു കൂടി ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷനാണ് 2016 ഇത് തുടങ്ങുന്നത്. 25ഓളം പേരെ പങ്കെടുപ്പിച്ച നിള ആരതി നടത്തിയായിരുന്നു തുടക്കം. 2017 നടത്താനായില്ല. പിന്നീട് 2018 തിരുനാവായയിലും 2019 മുതൽ ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായി മാഘമകം ആഘോഷിച്ചു. മാമാകത്തിൽ കൂടുതൽ പഠനം നടത്തുന്നതിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പഠനത്തിലാണ് ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ശ്രീചക്രത്തിന്റെ മധ്യഭാഗത്തെ ത്രികോണഭാവത്തിലാണെന്ന് കണ്ടെത്തിയത്. ശ്രീചക്രത്തിന്റെ പൂർണ്ണഭാവം കിഴക്ക് രാജരാജമംഗലം, വടക്ക് ക്ലാരി, പടിഞ്ഞാറ് കടൽ, തെക്ക് ഗോവർദ്ധനപുരം വരെ വ്യാപിച്ചു കിടക്കുന്നതായും ഇതിനുള്ളിൽ 72 ശക്തിസ്ഥാനങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞതായും അദ്ദേഹം പറയുന്നു. അവ കണ്ടെത്താനുള്ള സർവേയിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത്. ഇതിൻ്റെ ഈ ശ്രീചക്രത്തിൻ്റെ വ്യാപ്തി കിടക്കുന്നത് വടക്ക് രായിരമംഗലം വരെയും തെക്ക് ഗോവർദ്ധനപുരം വരെയും, ഗോവർദ്ധനപുരത്തിൻ്റെ ബൗണ്ടറി ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല, ഏത് വരെയെന്നും മനസ്സിലായിട്ടില്ല, പടിഞ്ഞാറ് കടൽ വരെയും കിഴക്ക് ക്ലാരി വരെയുമുള്ള ഭൂപ്രദേശം പൂർണ്ണമായും വലിയ ശ്രീചക്രമാണ്. ആ ശ്രീചക്രത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ചെറിയ ത്രികോണാകൃതിയാണ് നമ്മൾ ഈ കാണുന്ന ഇന്ന് ശ്രീചക്രം എന്ന് പറയുന്ന ഈ ബ്രഹ്മ ശിവ ഈ ത്രിമൂർത്തി സംഗമസ്ഥാനം. ഈ ശ്രീചക്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ 72 ദേവതാസ്ഥാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 72 മൂകാംബികയാണ്. അതിനെക്കുറിച്ച് വലിയൊരു പഠനം ഇപ്പോഴും ഞാൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. 72 എണ്ണത്തിൽ 22 എണ്ണം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ജീവന് പോലുമുള്ള ഭീഷണികളെ അതിജീവിച്ചാണ് തിരൂർ ദിനേശ് ഇത്തരം പഠനങ്ങൾ നടത്തുന്നത്. എന്തൊക്കെയായാലും ഒരു ഘട്ടത്തിൽ മഹാമാഘ മഹോത്സവം എന്ന ചിന്ത പങ്കുവച്ചതിന് ഭ്രാന്തൻ എന്ന് പോലും മുദ്രകുത്തപ്പെട്ട ദിനേശ് തിരൂർ ഇന്ന് വലിയ ആത്മനിർവൃതിയിലാണ്. ഇരു കരകളിലുമുള്ള മഹാമാഘ ഉത്സവം ആളുകൾ ഇത്രമേൽ ഏറ്റെടുത്തതിന്റെ ആത്മഹർഷം. കുംഭമേള എന്ന പേരിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ഭാരതപ്പുഴയുടെ ഈ മാഘമക മഹോത്സവം ഇത്രയും വലിയ രീതിയിൽ നടക്കുമ്പോൾ, ഇതിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടേറെ വൈതരണികൾ അതിജീവിച്ചുകൊണ്ട് ഈ നിലയിലെത്തിയത്. ഒരു പ്ലാറ്റ്ഫോം വന്നു. ആ പ്ലാറ്റ്ഫോമിലേക്ക് അർഹരായ കുറേ പ്രഗത്ഭരായ ലോകപ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പിന്നിട്ട നാളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുപ്പിച്ചില്ലുകളും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ദുർഘടമായ ഒരു പാത കടന്നു കയറിയിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയത്. അതിന് 9 വർഷം എടുത്തു എന്നുള്ളതാണ്. 2014-15 കാലഘട്ടത്തിൽ തിരുനാവായ നിലപാട് തറയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ഭാരതപ്പുഴയുടെ ഉത്സവത്തിൻ്റെ പഠനത്തിന് കൂടി ആധാരമായത്. തവനൂരിലും തിരുനാവായയിലും മഹാമാഘം സന്യാസിമാരുൾപ്പെടെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആയിരങ്ങൾ നിളാസ്നാനം കൊണ്ട് പുണ്യം നേടുമ്പോൾ ചെയ്തതെല്ലാം ഈശ്വര നിശ്ചയവും നിയോഗവുമാണെന്ന് പറഞ്ഞ തിരൂർ ദിനേശ് എന്ന മനുഷ്യൻ
സംതൃപ്തിയോടെ ആൾക്കൂട്ടത്തിൽ അലിയുന്നു. അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.